നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക രാഷ്ട്രീയത്തെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം. മിസൈൽ ആക്രമണങ്ങൾ, ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, മധ്യപൂർവേഷ്യയിലെ സൈനിക നീക്കങ്ങൾ, ലോക എണ്ണവിലയിലെ ചാഞ്ചാട്ടം ഇവയെല്ലാം ചേർന്ന് മൂന്നാം ലോക മഹായുദ്ധം വരെ ഉണ്ടാകുമോ എന്ന ആശങ്ക ലോകമെമ്പാടും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചോദ്യം ഇതാണ്: യുദ്ധം ശരിക്കും അവസാനിച്ചോ, അല്ലെങ്കിൽ ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പുതിയതല്ല. 1979 ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത എതിരാളികളായി മാറി. ആണവ പദ്ധതി, ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സ്വാധീനം, ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ വർഷങ്ങളായി ഈ വൈരാഗ്യം വർദ്ധിപ്പിച്ചു. 2025-ലും 2026-ലും ഈ സംഘർഷം വീണ്ടും ശക്തമായി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക കൃത്യമായ സൈനിക നടപടികൾ സ്വീകരിച്ചു. ഇതിന് മറുപടിയായി ഇറാൻ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ലോകം മുഴുവൻ യുദ്ധഭീതിയിലായി. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു, എണ്ണവില കുതിച്ചുയർന്നു, ഓഹരി വിപണികൾ ഇടിഞ്ഞു. പക്ഷേ വലിയ യുദ്ധമായി മാറുന്നതിന് മുൻപ് ഇരുപക്ഷവും നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറച്ചു. ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തു. അവരുടെ ശ്രമഫലമായി ഇടക്കാല വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. എന്നാൽ ഇടക്കാല വെടിനിർത്തൽ കരാറിനെയും അത് അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെയും തുലാസിലാക്കി പശ്ചിമേഷ്യയിൽ പ്രത്യാക്രമണം തുടരുക തന്നെയാണ് US-ഉം ഇറാനും. പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചാണ് ആക്രമണങ്ങൾ. ഇറാന്റെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസിൽ സിംഗപ്പൂർ പതാകയുള്ള കപ്പലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് മേഖല വീണ്ടും കലാപഭൂമിയാകുന്നത്. ചരക്കുകപ്പൽ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രം, കടൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ശനിയാഴ്ച US ആക്രമിച്ചു. തെക്കൻ ഇറാനിലെ സിറിക്കിൽ സ്ഫോടനമുണ്ടായി. പിന്നാലെ US-ന് സൈനിക നടപടിയിലൂടെ ബാക്കി ദൗത്യം പൂർത്തിയാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതുകഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം കാണില്ലെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ്. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്കയാണ് കരാർ ലംഘനം നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. ട്രംപിന്റെ ഭീഷണിയുണ്ടായി 1 മണിക്കൂറിനകം കുവൈറ്റിലെയും ബഹ്റിനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും വ്യോമാക്രമണം നടത്തി. അൽ-അസദ് വ്യോമതാവളം ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ കുവൈറ്റ് സൈന്യം നിർവീര്യമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ സേനാ താവളങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നും മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഇറാൻ ആക്രമണത്തിൽ ബഹ്റിനിലെ മഹ്റാഖ് പ്രവിശ്യയിൽ 8 നില പാർപ്പിട കേന്ദ്രത്തിന് കേടുപറ്റിയെന്നാണ് വിവരം. ഖത്തറിൽ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖത്തർ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് നാവികൻ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഖത്തറിലും ആക്രമണമുണ്ടായത്. ആക്രമണമുണ്ടായ സമയത്ത് കപ്പലിൽ 2 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതിൽ ഒരാളുടെ മരണവും മറ്റൊരാളുടെ ഗുരുതര പരിക്കുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നതിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ ഖത്തർ തീരത്ത് വിന്യസിച്ചിരുന്ന സൈനിക വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണം പ്രതിരോധിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനിടെ പശ്ചിമേഷ്യയിലെ 8 US സൈനിക താവളങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നു. തെക്കൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. കുവൈറ്റിലും ബഹ്റിനിലും ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ സൈനിക നടപടികൾ ശക്തമാക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതേസമയം വെടിനിർത്തൽ ധാരണ ലംഘിച്ചത് US ആണെന്ന് ആരോപിച്ച ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ നയതന്ത്ര നീക്കങ്ങളുടെ അവസാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പുതിയ സംഘർഷത്തിന് ആക്കം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ. 60 ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിനു ശേഷം നടക്കാനിരുന്ന 2ാം ഘട്ട ഇറാൻ US ചർച്ചകൾക്ക് മുന്നോടിയായാണ് സ്ഥിതി വീണ്ടും വഷളാകുന്നത്. ജൂൺ 17-ന് ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ തൽക്കാലത്തേക്ക് അയഞ്ഞ സംഘർഷം വ്യാഴാഴ്ച ഒമാൻ തീരത്ത് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് വീണ്ടും തുടങ്ങിയത്. ശനിയാഴ്ച പാനമ പതാകയുള്ള മറ്റൊരു കപ്പൽ കൂടി ആക്രമണത്തിനിരയായി. 2 സംഭവങ്ങൾക്കും പിന്നിൽ ഇറാനാണെന്ന് പറഞ്ഞാണ് വെള്ളിയാഴ്ച US ആക്രമണം പുനരാരംഭിച്ചത്.
വെടിനിർത്തൽ കരാർ മാനിക്കാൻ ഇറാന് അവസരം നൽകിയെന്നും എന്നാൽ മാനിക്കേണ്ട എന്നാണ് അവരുടെ തീരുമാനമെന്നും US സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. US വെടിനിർത്തൽ ലംഘിച്ചുവെന്നും ആക്രമണം തുടർന്നാൽ നയതന്ത്ര ശ്രമങ്ങളും ചർച്ചകളും പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ US സേനാ താവളങ്ങളിൽ നരകതുല്യമായ അവസ്ഥയുണ്ടാകുമെന്ന് IRGCയുടെ നാവിക കമാൻഡും ഭീഷണി മുഴക്കി. UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് ആക്രമണത്തിന് ഇറാനെ ഉത്തരവാദിയാക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ഇറാനും USഉം ആക്രമണങ്ങൾ സ്ഥിരമായി നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് 14 നിർദ്ദേശങ്ങളടങ്ങിയ ഇടക്കാല കരാർ. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം USന്റെ മുന്നറിയിപ്പ് വെടിയേറ്റുകൾ കൊണ്ട് അവസാനിക്കില്ലെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വ്യക്തമാക്കി. നിയമലംഘനം നടത്തുന്ന കപ്പലുകൾക്കു നേരെയുള്ള ഇറാന്റെ നടപടികൾ അതുവഴി പോകുന്ന മറ്റു കപ്പലുകൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണെന്നും IRGC പറഞ്ഞു. ഇറാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ലാതെ ഹോർമസിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ സംഘർഷങ്ങൾക്ക് അടിസ്ഥാനം. ഹോർമസിലൂടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്നതിനായി UN മാരിടൈം ഏജൻസിയായ IMO ഒമാൻ തീരത്തിനോട് ചേർന്നുള്ള ബദൽ പാത നിർദ്ദേശിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഹോർമുസിലെ ഒമാൻ തീരത്തോട് ചേർന്ന തെക്കേ അറ്റത്തുള്ള പാതയിലൂടെ കപ്പലുകളെ ഇരുവശത്തേക്കും കടത്തിവിടാൻ കപ്പൽ പാത വിപുലീകരിക്കുമെന്ന് US നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ബഹുരാഷ്ട്ര മാരിടൈം സമിതി പറഞ്ഞു. എന്നാൽ കപ്പലുകൾ ഇറാനോട് ചേർന്ന വടക്കുഭാഗത്തെ പാതയിലൂടെ പോകണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. അത് ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലാണ്. അന്തിമ കരാറായാൽ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ഞായറാഴ്ച രാവിലെ ഇറാൻ US ആക്രമണം നടക്കുന്നതിനിടെ CMA-CGMന്റെ ഗാലപ്പഗോസ് ചരക്കുകപ്പൽ ഹോർമൂസ് കടന്നു. ഇന്ന് രാവിലെ തെക്കൻ ലെബനൻ പട്ടണമായ നബത്തിഹ് അൽ ഫൗഖയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 2 പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെടുന്നത് തടയാൻ അമേരിക്ക സഹായിക്കണമെന്നും തെക്കൻ ലെബനനിലെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് സമ്മർദ്ദം ചെലുത്തണമെന്നും ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ ട്രംപിനോട് അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന്റെ തിരിച്ചടിയായാണ് ഇറാനിയൻ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, തീരദേശ റഡാർ സൈറ്റുകൾ എന്നിവ US സൈന്യം ആക്രമിച്ചതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇനി അമേരിക്കയ്ക്ക് ന്യായബോധമുള്ളവരായിരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നേക്കാമെന്നും തുടങ്ങിയ ജോലി അതുപോലെ തന്നെ വിജയകരമായി അവസാനിപ്പിക്കാൻ സൈന്യം നിർബന്ധിതരാകുമെന്നും ട്രംപ് പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.